ഒരാൾ എപ്പോഴാണ് അവേക്കൻഡ് ആകുന്നത്? മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നത് അവേക്കണിങ്ങിലൂടെയാണ്. അവേക്കണിങ് സംഭവിച്ചു കഴിഞ്ഞാൽ ലൈഫ് മൊത്തത്തിൽ ഒരു മാനിഫെസ്റ്റേഷൻ ജേണി ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ രഹസ്യം, ഏറ്റവും വലിയ സത്യം. അപ്പം നമ്മളുടെ ഉള്ളിൽ നിന്നും നമ്മൾ ഉണരുന്ന അവസ്ഥയാണ് ആക്ച്വലി മാനിഫെസ്റ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിൽ നിന്നും ഉണരുക എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഞാൻ എൻ്റെ ഗൈഡഡ് കോഡ്സ് ബുക്കിൽ മാനിഫെസ്റ്റേഷന് ഞാനായിട്ട് നിർവചിച്ച ഒരു നിർവചനമുണ്ട്, ഓരോ വാക്കുകൾ എടുത്തിട്ട്. ഞാനതിൽ പറയുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, മാൻ, അതിൻ്റെ ശേഷം ഒരു ഐ, അതിനുശേഷം ഒരു ഫെസ്റ്റ്, അതിനുശേഷം ഒരു സ്റ്റേഷൻ. അപ്പം മനുഷ്യൻ, അവൻ്റെ അകത്തുള്ള ഞാൻ, മാൻ, മനുഷ്യൻ, അതിൻ്റെ അകത്തുള്ള ഐ, മാനി, ഐ എന്ന ഞാൻ എന്ന തലം തൊടുമ്പോൾ അവിടെ ഒരു ഫെസ്റ്റിവൽ ഉണ്ടാകും. അവിടെ ഒരു ഫെസ്റ്റിവൽ ഉണ്ടാകും, അവിടെ ഒരു ആഘോഷം ഉണ്ടായിരിക്കും. ആ ഫെസ്റ്റിവലിൽ എത്തി നിൽക്കുന്ന സ്റ്റേഷൻ, ഘട്ടമാണ് മാനിഫെസ്റ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മാനിഫെസ്റ്റേഷനാണ് ഈ വരിയിൽ നമ്മൾ ചുരുക്കിയത്, തുള്ളിയാമെന്നുള്ളിൽ വന്ന് നീയാം കടല്. അപ്പോൾ ഉള്ളിൽ ഞാൻ എന്താണ് എന്നത് സ്പർശിക്കുമ്പം ഞാൻ തുള്ളിയല്ല കടലാണ് എന്ന് അറിയുമ്പോൾ അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സെലിബ്രേഷനാണ്, ഒരു ലിബറേഷനാണ്, ഒരു സാൽവേഷനാണ്. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക. കാരണം ഞാൻ ഇതല്ലാലോ, ഇതിന് മീതെയുള്ള ഊർജത്തിലാണ്, കടലാണല്ലോ ഞാൻ എന്നറിയുന്ന ഘട്ടത്തിലെത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ആഘോഷമുണ്ട്, അവിടെ ഉണ്ടാകുന്ന ഒരു നൃത്തത്തിന് സമാനമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ട്. ഉള്ളിൽ ഇങ്ങനെ അലതല്ലുന്ന സ്നേഹം, ഇങ്ങനെ സന്തോഷം ഇങ്ങനെ നിർഗളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ അവസ്ഥയിൽ നടക്കുന്നതാണ് മാനിഫെസ്റ്റേഷൻ. അപ്പം ചില ആളുകൾക്ക് എന്തുകൊണ്ട് ഈ മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല, ആഗ്രഹങ്ങൾ നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, അത് ആഗ്രഹം തന്നെ ആകണം. അത്യാഗ്രഹമോ ദുരാഗ്രഹമോ ആകരുത്. അത്യാഗ്രഹവും ദുരാഗ്രഹവും അല്ല എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റാം? ഞാനീ പറഞ്ഞ കടലിൻ്റെ ബോധത്തിലിരിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് അത്യാഗ്രഹമോ ദുരാഗ്രഹമോ ആവൂല. നമ്മൾ കുഞ്ഞിൻ്റെ ബോധത്തിലിരിക്കുമ്പോഴാണ് ഈ ഏർത്ത്ലി ബൗണ്ട് ചെയ്തിട്ടുള്ള ആകർഷണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക. എപ്പോഴാണ് മാനിഫെസ്റ്റേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം നിങ്ങൾക്ക് ഇച്ഛിച്ചത് എന്താണോ അത് തന്നെ നിങ്ങളുടെ ഇച്ഛയായി, നിങ്ങളുടെ ആഗ്രഹമായി, നിങ്ങളുടെ ഡിസയേഴ്സ് ആയിട്ട് നിങ്ങളിൽ വരുമ്പം, ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവം നടത്തല്ല, ദൈവം ഉദ്ദേശിക്കുന്നത് എനിക്ക് നടത്തണമെന്ന് തോന്നിയിട്ട് എനിക്ക് വേണ്ടി തന്നെ ദൈവം ഉദ്ദേശിച്ചത് എന്താണോ അത് തന്നെ ഞാൻ ചിന്തിച്ചു തുടങ്ങുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ പെട്ടെന്ന് നടന്നു തുടങ്ങുന്നു. അപ്പം അവിടെ എന്ത് വേണം? മറ്റുള്ളവർ ആഗ്രഹമായിട്ട് ഇട്ട് തന്നതിനപ്പുറത്തേക്ക് ദൈവം എന്താണോ എൻ്റെ ഉള്ളിൽ ഓൾറെഡി ആക്കി വെച്ചിരിക്കുന്നത് അത് അൺലോക്ക് ചെയ്യാൻ പറ്റണം. ഇത് സ്പിരിച്വൽ സ്റ്റേഷൻ ഓഫ് മാനിഫെസ്റ്റേഷൻ ആണ്, എലവേറ്റഡ് സ്റ്റേഷൻ ഓഫ് മാനിഫെസ്റ്റേഷൻ ആണ്. അതിന് നമുക്ക് വേണ്ടത് അലൈനിങ് ആണ്, നമ്മളുമായിട്ട് അലൈൻ ചെയ്യാം. ആ അലൈനിങ്ങിലേക്ക് കൊണ്ടുപോകുന്ന ഒന്നാമത്തെ ഘട്ടമാണ് ഉണരുക എന്നത്, അവേക്കൺ എന്നത്. ഉണരുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ തുള്ളിയല്ല കടലാണ് എന്ന ബോധത്തിലാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മാനിഫെസ്റ്റേഷൻ പഠിക്കാൻ വേണ്ടി കുറേ ആഗ്രഹങ്ങളൊക്കെ നടത്തണമെന്ന് കൊതിച്ചിട്ട് കുറേ ആൾക്കാർ വരും. അങ്ങനെ കുറേ ആഗ്രഹങ്ങളുടെ ലിസ്റ്റൊക്കെ ഉണ്ടായിരിക്കും. ഈ ആഗ്രഹങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്ത് വന്ന് ഇത് നടത്താനുള്ള ഒന്നാമത്തെ ഘട്ടം എന്താണെന്ന് നോക്കുമ്പോൾ ഞാൻ പറയും അവേക്കണിങ് ആണ്. അതെന്താ അവേക്കണിങ്? നീ ഒരു തുള്ളിക്കുള്ളിലെ കടലാണെന്നുള്ള ബോധത്തിലേക്ക് നീ ബോധ്യപ്പെടുന്ന അവസ്ഥ. ആ ബോധത്തിലേക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ള അവസ്ഥയിലേക്കുള്ള അറിവൊക്കെ ഇങ്ങനെ എടുത്തു വരുമ്പോഴേക്ക് ഇവൻ്റെ ഉള്ളിലെ കടൽ ഇങ്ങനെ ഉണർന്നു വരുമ്പോഴേക്ക് ഇവൻ പറയും, എൻ്റെ ലിസ്റ്റിൽ 150 ഉണ്ടായിരുന്നു, എനിക്ക് 5 മതി, ബാക്കിയുള്ള 100 ചില്ലാനും സാധനങ്ങളും അതിനോട് എനിക്കിപ്പോൾ ഒരു താല്പര്യം തോന്നുന്നില്ല, നാച്ചുറലി വിട്ടുപോയി. അതായത് ദൈവത്തിലേക്ക് അടുക്കലാണല്ലോ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. അപ്പം എനിക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ദൈവത്തിലേക്ക് അടുക്കുമ്പോൾ ദൈവത്തിലേക്ക് ഇങ്ങനെ അടുത്തടുത്ത് വന്നപ്പോഴത്തേക്ക് എനിക്ക് വേണ്ടതൊക്കെ വിട്ടുപോകുന്നു, എനിക്ക് വേണ്ടാത്തതും വിട്ടുപോകുന്നു, എനിക്ക് വേണ്ടതും ചിലപ്പോൾ വിട്ടുപോകുന്നു. അങ്ങനെ അടുത്തെത്തുമ്പോൾ നമുക്ക് മനസ്സിലാവാം ദൈവത്തിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ദൈവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചില പോയിന്റേഴ്സ് മാത്രമായിരുന്നു, ഇൻഡിക്കേറ്റേഴ്സ് മാത്രമായിരുന്നു ഈ ആഗ്രഹങ്ങളും ദുരാഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും എന്നൊക്കെ ഉള്ളത്. അങ്ങനത്തെ ഒരു സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് അപ്പോഴും നമുക്ക് ചില ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടായിരിക്കും. ആ ആഗ്രഹങ്ങളിലായിരിക്കും നമ്മൾ ശരിക്കും വർക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. ഇനി അതിനേക്കാളും വലിയ അത്ഭുതം, ആ 1-2 ആഗ്രഹങ്ങൾ നമ്മൾ സെറ്റാക്കി വരുമ്പോഴേക്ക് നമ്മളെ ലിസ്റ്റിലിട്ട പല കാര്യങ്ങളും താനേ അങ്ങ് നടന്നിട്ടുണ്ടായിരിക്കും. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. അപ്പോൾ ദിസ് ഈസ് ദ സ്റ്റേഷൻ ഓഫ് ദ മാനിഫെസ്റ്റേഷൻ. സോ മാനിഫെസ്റ്റേഷൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചു വരുമ്പം ആദ്യം നമ്മൾ റിയലൈസ് ചെയ്യേണ്ടത് നമുക്കുള്ളിലുള്ള കടലിൻ്റെ ബോധത്തു നിന്നാണ് ഇത് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കണേ. നോക്കിയേ, ഈ വേൾഡ് സിമെട്രിക്കലാണ്. ഈ വേൾഡ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേൺസ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ എല്ലാത്തിലും ആ ഡിവൈൻ ബ്രില്യൻസ്, ഒരു ആർട്ടിസ്റ്റിക് ബ്രില്യൻസ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചു പോകുന്നവർക്കൊക്കെ ഒരു സീരിയൽ കില്ലർ ഇട്ട് വെക്കുന്നത് പോലെ ചില സൂചനകളുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ കില്ലിംഗ് പാറ്റേൺ. അപ്പോൾ ഈ പ്രായത്തിലുള്ളവരെ മാത്രം, ഈ സമയത്ത് മാത്രം, ഈ സീസണിൽ മാത്രം, ഈ സ്ഥലത്ത് മാത്രം തല്ലിയിട്ട്, അപ്പോൾ ഒരു സീരിയൽ കില്ലർ ഇട്ട് വെക്കുന്ന സൂചന പോലെ ഇതിൻ്റെ അന്വേഷിച്ചു പോകുന്നവർക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് ദൈവം തമ്പുരാൻ ഇവിടെ കുറച്ച് പാറ്റേൺസ് ഇങ്ങനെ ബാക്കിയാക്കിയാണ്. ഇത് ചിന്തിക്കാനുള്ള അന്തം ഉണ്ടാവുന്നതോടുകൂടി നമ്മൾ രക്ഷപ്പെടും. അപ്പോൾ എന്താണ് ആ പാറ്റേൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കണേ? ഈ പ്രകൃതി, ഈ പ്രപഞ്ചത്തിന് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ഈ പ്രപഞ്ചത്തിലെ, പ്രകൃതിയിലെ എന്തെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ചില സിമ്മെട്രി നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് ഞാൻ എപ്പോഴും പറഞ്ഞൊരു ഉദാഹരണമാണ്, നമ്മൾ ഈ പ്രകൃതിയിലെ, പ്രപഞ്ചത്തിലെ സൗരയുധത്തിൻ്റെ ശൈലിയും ഗാലക്സിയുടെ ശൈലിയും ആറ്റത്തിൻ്റെ ശൈലിയും ഒക്കെ ഒരുപോലെ തന്നെയാണ്. ദാറ്റ് മീൻസ് സർവ്വചരാചരങ്ങളെയും സ്പൈറലായിട്ടുള്ളൊരു മൂവ്മെൻറ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാത്തിലും നമ്മൾ കാണുന്നു സ്പൈറൽ മൂവ്മെൻറ്റ്. ക്ഷേത്രം പ്രദക്ഷിണം വെക്കുന്നതിലാകട്ടെ, കഅബ തവാഫ് ചെയ്യുന്നതിലാകട്ടെ, ഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾക്ക് ചുറ്റും സൂര്യന് ചുറ്റും കറങ്ങുന്നതിലാകട്ടെ, അതുപോലെ തന്നെ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നതിലാകട്ടെ, എല്ലായിടത്തും ഇത്തരമൊരു കറക്കം ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ദാറ്റ് മീൻസ് മാക്രോ ലെവലിലുള്ളതൊക്കെ, ശൈലികളൊക്കെ മൈക്രോ ലെവലിലും കാണുന്നു. ഇപ്പോൾ കൺഫ്യൂഷൻ പോയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. മാക്രോ ലെവൽ, അതാണ് ഞാൻ സിങ്ക്രോണസിറ്റി പാറ്റേൺ എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിച്ചത്. അന്വേഷിച്ചു പോകുന്ന ആൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു, വലിയ വിശാലതയിൽ ഉണ്ടാക്കി വെച്ചതിലൊക്കെ ഏതാണോ സിസ്റ്റം, അതേ മോഡൽ തന്നെയാണ് വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സാധനത്തിൻ്റെ ഉള്ളിൽ ആക്കി വെച്ചിരിക്കുന്നത്. കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അണുവിൻ്റെ ഉള്ളിലും ആറ്റത്തിൻ്റെ ഉള്ളിലും പാറ്റേൺ ഇത് തന്നെയാണ്. കണ്ണുകൊണ്ട് നോക്കി തീർക്കാൻ പറ്റാത്ത വിശാലമായ സൗരയുധത്തിൻ്റെ പാറ്റേണും ഒന്ന് തന്നെയാണ്. ഇതിങ്ങനെ നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും, വലിയതിലും ചെറിയതിലും ഒരേ പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയുടെ മുഴുവൻ പാറ്റേൺ എന്താണോ, ഈ ഭൂമി മുഴുവൻ എങ്ങനെയാണോ, ആ മുഴുവൻ സാധനത്തിൻ്റെ ഗുണഗണങ്ങളും നമ്മൾ എന്ന ഭൂമിക്കകത്തുള്ള ഒരു അംശത്തിലുമുണ്ട്. ഈ ഭൂമിയുടെ സർവ്വഗുണങ്ങളും നമ്മളിൽ തന്നെയുണ്ട്. അതാണ് ജലാലുദ്ദീൻ റൂമിയുടെ ഗുരു തെബ്രീസി പറഞ്ഞത്, ദിസ് യൂണിവേഴ്സ്, ദ എൻറ്റയർ യൂണിവേഴ്സ് ഇസ് ഇൻസൈഡ് യു. ഈ പ്രപഞ്ചം മുഴുവൻ നമ്മളുടെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഗുണഗണങ്ങളും നമുക്കുള്ളിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളതാണ്. കാറ്റ് പ്രകൃതിയിലുള്ളതാണ്, കാറ്റ് ചലിപ്പിക്കുന്നതാണ്. നമ്മളുള്ളിലോ ഇതാ കാറ്റെടുത്തോണ്ടിരിക്കുകയല്ലേ മൈക്രോ ലെവലിൽ. അതാണ് ദൃഷ്ടാന്തം. നമ്മളും കാറ്റെടുത്തോണ്ടിരിക്കുന്നു. ഈ കാറ്റുള്ളത് കൊണ്ടാണ് നമ്മൾ ചലിക്കുന്നത്, അല്ലെങ്കിൽ ചലനം മറ്റുപോകും. അപ്പോൾ കാറ്റ് ചലിപ്പിക്കാനുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ ശ്വാസവും ചലിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾക്കകത്തും കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ എന്തൊക്കെ ഗുണങ്ങൾ ഈ പ്രകൃതിയിലുണ്ടോ ആ ഗുണങ്ങളൊക്കെ തന്നെ നമ്മളുടെ ഉള്ളിലുണ്ട്. ഈ പ്രകൃതിയിലുള്ള വിഭവങ്ങൾ ചേർത്തുകൊണ്ടാണല്ലോ നമ്മൾ പലതും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്, പുനഃസൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പ്രകൃതിയിൽ പുനഃസൃഷ്ടിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാത്തിനോടും നമുക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. പ്രകൃതിയിൽ വെള്ളമുണ്ടോ, കടലുണ്ടോ, പ്രകൃതിയിൽ പുഴയുണ്ടോ, നമ്മുടെ ശരീരത്തിലും വെള്ളമുണ്ട്. ദാറ്റ് മീൻസ് ആ വെള്ളത്തിൻ്റെ ഗുണം നമ്മളിലുമുണ്ട്. ഇതുപോലെ എന്തെല്ലാം പ്രകൃതിയിലുണ്ടോ, എന്തൊക്കെ പുറത്തുണ്ടോ, അതിൻ്റെയൊക്കെ മൈന്യൂട്ട് മിനിയേച്ചർ സാധനങ്ങൾ നമ്മളുടെ അകത്തും ആക്ച്വലി ഉണ്ട് എന്നുള്ളതാണ്. പ്രകൃതിയിൽ, മണ്ണിൽ, കടലിൽ എല്ലാത്തിലും ബാക്ടീരിയകളും മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട്. എന്നാൽ നമുക്കുള്ളിലും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വേറെ ജീവികൾ വസിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എപ്പോഴും അത് പറയാറുണ്ട്. നമ്മളെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഇതാണ് ഭൂമി എന്ന് കരുതി ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കതാണ് ലോകം. അപ്പോൾ മാക്രോ ലെവലിലുള്ളതൊക്കെ മൈക്രോ ലെവലിലും സംവിധാനിച്ചിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പാറ്റേൺ നോക്കുന്ന ഒരാൾക്കറിയാം, മാക്രോ ലെവലിൽ എന്തൊക്കെ തന്നെ സംഭവിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം മൈക്രോ ലെവലിൽ നമ്മളിലുണ്ടെങ്കിൽ ഈ പുറത്തുള്ള എന്തിനേയും ചലിപ്പിക്കാനുള്ള കണക്ഷൻ നമ്മുടെ ഉള്ളിലുണ്ട്. സോ അതിലൂടെയാണ് ഈ പ്രപഞ്ച മനസ്സിനെ സ്പർശിക്കാൻ, ഈ പ്രകൃതിയെ സ്പർശിക്കാൻ നമുക്ക് സാധിക്കും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെയാണ് നമ്മളിലെ ദൃഷ്ടാന്തം, നമ്മുടെ ഇൻസൈറ്റ്, നമ്മുടെ ഹാർട്ടിൻ്റെ ലാംഗ്വേജ്, നമ്മളിലെ പ്രാപഞ്ചിക ഭാഷ, സാർവലൗകിക ഭാഷ എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന ഇവിടെയാണ് നമ്മൾ ഈ പ്രകൃതിയുമായിട്ട് സർവ്വസമയവും കണക്ഷനിലാന്ന് പറയാനുള്ള കാരണം. ആ കണക്ഷൻ സ്ഥാപിക്കലാണല്ലോ ഞാൻ ചോദിച്ചാൽ പ്രകൃതിക്ക് മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ഞാൻ കുറച്ച് സാധനം പ്രകൃതിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് ബന്ധമുണ്ട്. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് പ്രകൃതിയിൽ പോയിട്ട് ഇതൊക്കെ വേണം എന്ന് പറയുമ്പോൾ നോ എന്നൊന്നും പറയില്ല. കാരണം എന്താ? നമുക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന, കാർബൺ ഡൈ ഓക്സൈഡ് സപ്ലൈ ചെയ്യുന്ന ടീമാണ്. അപ്പോൾ നമുക്കൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് അത് മറക്കാതിരിക്കില്ല എന്നുള്ള, അത് നമുക്ക് ഈ കോൺഷ്യസ് റിലേഷൻ അല്ല, ഈ പ്രകൃതിയിലുള്ള, ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതുമായി നമ്മൾ ബന്ധത്തിലാണ്. എല്ലാത്തിനെയും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എവ്രിതിങ് ഈസ് കണക്റ്റഡ്.